േക്ക് പോകാം. പാലക്കാട് വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ 15-കാരിയെ കണ്ടെത്തി. ഗോവയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. ടി നന്ദഗോപാൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. നന്ദഗോപാൽ, എപ്പോഴാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്? ആരാണ് കണ്ടെത്തിയത്? അജി പട്ടാമ്പി ചൂരക്കോട് സ്വദേശിനിയായ ഷഹാനയെ കഴിഞ്ഞ 30-ാം തീയതിയാണ് കാണാതാകുന്നത്. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ പോയ കുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു. 5 ദിവസം പിന്നിട്ടിട്ടും കാണാതായതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു പരിഭ്രാന്തി വീട്ടുകാർക്കൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം ഇന്ന് വൈകിട്ടോട് കൂടിയാണ് ഗോവയിൽ നിന്നും ഈ കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും വിനോദസഞ്ചാരികൾ ഗോവയിലേക്ക് പോയിരുന്നു. അവരാണ് ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞ് ഗോവ പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്ന് ഇവർ ഈ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ഏതായാലും കുട്ടി വീട്ടിൽ അച്ഛനുമായി സംസാരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ കുട്ടിക്കൊപ്പം ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ളത് സൂചന ലഭിച്ചിരുന്നു. ഇതിന്റെ രേഖാചിത്രമൊക്കെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടിയെ കണ്ടെത്തുന്ന സമയത്ത് കുട്ടി ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും എന്തിനാണ് ഇങ്ങനെ ഗോവയിലേക്ക് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ ഇനി കുട്ടിയെ തിരിച്ചെത്തിച്ച ശേഷം ചോദിച്ചറിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഷഹാന സുരക്ഷിതയാണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വാർത്ത കഴിഞ്ഞ ആഴ്ച നമുക്ക് വല്ലാതെ അങ്ങ് വിഷമം സൃഷ്ടിച്ചൊരു കാര്യം തന്നെയായിരുന്നു അല്ലേ. 15 വയസ്സുള്ള മോള് കാണാതായിട്ട് എവിടെ പോയെന്ന് ആർക്കും അറിയുന്നില്ല. പലരും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ത് പറ്റി ആ കുട്ടിക്ക് എന്നുള്ളത് അറിയാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ കിട്ടട്ടെ എന്നുള്ളത്. അപ്പൊ അതിനിടയിലാണ് വാർത്ത വന്നത് ആ കുട്ടിയുടെ ഒപ്പം ഒരാളുണ്ട്, അതിന്റെ രേഖാചിത്രവും കൂടി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വാർത്ത വന്നതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ചായി ചർച്ച. കുട്ടി ആരുടെയോ കൂടെ ഒളിച്ചോടി പോയി എന്നുള്ള വാർത്ത അതങ്ങ് പ്രചരിച്ചു. നന്നായിട്ട് തന്നെ അങ്ങ് പോയി. പിന്നീടാണ് അറിയാൻ വേണ്ടി പറ്റിയത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പോയിട്ടുള്ള അവിടെ ഗോവ സന്ദർശിക്കാൻ വേണ്ടി പോയ അധ്യാപകന്മാർ ഈ കുട്ടിയെ കണ്ടെത്തിയത്. കാരണം കേരളത്തിൽ കംപ്ലീറ്റ് ഈ കുട്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കത് മനസ്സിലാക്കിയിട്ട് ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാനായി ഗോവ പോലീസിൽ വിവരം അറിയിച്ചു. അതുപോലെ നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട് അതുമാത്രമല്ല പിതാവുമായിട്ട് ആ കുട്ടി സംസാരിക്കുകയും ചെയ്തു. ആ കുട്ടിയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതിനെ ചുറ്റിപ്പറ്റി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിശയം തോന്നുന്നു. ഇതിന്റെ സത്യാവസ്ഥ ഇതുവരേക്കും പുറത്തു വന്നിട്ടില്ല. കൂടെ ആരെങ്കിലും ഉണ്ടായിനോ ഇല്ലയോ എന്നുള്ളത് ആ പെൺകുട്ടി പറഞ്ഞിട്ടില്ല. ആകെ അറിയാൻ പറ്റിയ ഒരു കാര്യം സ്കൂളിൽ ടൂറിന് വിടാത്തത് കൊണ്ട് നാട് വിട്ടു പോയി എന്നുള്ളത്. ഇതൊരിക്കലും ഒരു വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല. എന്നാലും അങ്ങനെ ഒരു വാർത്ത വന്ന സ്ഥിതിക്ക് അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം കാരണം. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പലതരത്തിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാതെ ഖേദം തോന്നുന്നുണ്ട്. ഇന്ന് ആ പെൺകുട്ടിയെ കാണാത്ത അവസ്ഥയിൽ വേദനിച്ച മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ രണ്ടാനമ്മയായാലും മാതാവ് തന്നെയാണ്. ഉമ്മ, ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ ഉമ്മ മരണപ്പെട്ടു പോയതാണ്. അപ്പൊ പല ആളുകളും മാതാപിതാക്കളുടെ പിടിപ്പുകേടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഉമ്മ മരണപ്പെട്ടു പോയ കുട്ടിയാ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വിഷമതകൾ ഉണ്ട്. രണ്ടാനമ്മ എന്ന് പറയുന്നത് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുഷ്ടതയുടെ പരിവേഷമായിട്ടാണ് രണ്ടാനമ്മയെ എല്ലാവരും വിശേഷിപ്പിക്കല്. പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് നമ്മൾ പല ആളുകളുടെയും ജീവിതം കണ്ടതുകൊണ്ട് തന്നെ പറയാൻ വേണ്ടി പറ്റും. ദുഷ്ടതയായിട്ട് മാത്രമല്ല, നന്നായിട്ട് തന്നെ പെറ്റമ്മയുടെ സ്നേഹം അറിഞ്ഞു കൊടുക്കുന്ന രണ്ടാനമ്മമാരും ഉണ്ട്. പക്ഷെ പല മക്കൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കണ്ടിട്ടുമുണ്ട്. ആ അമ്മമാർ എത്ര സ്നേഹിച്ചിട്ടും ഈ മക്കള് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങൾ എൻ്റെ അമ്മയാണോ എന്നുള്ള ചോദ്യത്തിൽ വലഞ്ഞു പോയി വിഷമിക്കുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാനമ്മമാർ ക്രൂരതയിൽ വലഞ്ഞു പോകുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യവും ഇവിടെ വന്നിട്ടില്ല. രണ്ടാനമ്മ നല്ല രീതിയിൽ നോക്കുന്ന ഒരാളാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടി ടൂർ പോകാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ പോയി എന്ന് പറഞ്ഞതിനോട് വിശ്വസിക്കാം. അപ്പൊ ഇതിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇന്നത്തെ മക്കളുടെ ഒരു അവസ്ഥയാണ്. കാരണം ടൂർ പോകാൻ വേണ്ടി വിട്ടിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ സ്വയം തന്നെ ടൂർ പോകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് സ്വന്തം വീടിന് പുറത്തിറങ്ങി അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ ഒരു രാത്രി പോലും പോകാൻ പേടിയുള്ള ആളുകളാണ് നമ്മളിൽ പലരും. അപ്പോ ഇന്നത്തെ തലമുറയിൽ 15 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി തനിച്ച് ഗോവ വരെ പോകണമെന്നുണ്ടെങ്കിൽ അവളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയ തന്നെയാന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടുതലും കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്രിപ്പുകൾ, പല തരത്തിലുള്ള ട്രിപ്പുകൾ ഉണ്ട്. ഇപ്പം നോക്കിയാൽ മതി, കല്യാണം കഴിഞ്ഞ ആളുകൾ ഹണിമൂണ് പോകണമെന്നുണ്ടെങ്കിൽ
ചിലപ്പോൾ സാമ്പത്തികം തന്നെ മോശമായിട്ടുള്ള ആളുകളായിരിക്കാം. പക്ഷെ ഈ ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവിന് ഇന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളൊരു അവസ്ഥ വന്നാൽ പിന്നെ അവർക്ക് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. കാരണം അത്തരത്തിൽ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് കാണിച്ചു കൊണ്ടേയിരിക്കുന്നത്. പല ഫാമിലീസും പോയിട്ട് കാണിച്ചുകൊണ്ടേയിരിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് കാണുമ്പോൾ പല ആളുകൾക്കും അവിടെ പോകണമെന്നും കാഴ്ചകൾ കാണണമെന്നും ഒക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കാരണം വീട്ടില് കലഹം ഒഴിയാത്തൊരവസ്ഥ വരെ കണ്ടിട്ടുണ്ട്. കൂടുതലും കുടുംബത്തിൽ കണ്ട കാര്യമാണ്. കാരണം ട്രിപ്പും കാര്യങ്ങളൊന്നും പോകാതെ വെറും അടുക്കളയുടെ 4 ചുമരിനുള്ളിൽ തളച്ചിടാൻ വേണ്ടിയാണ് എന്റെ ജീവിതം എന്ന് ചോദിച്ചിട്ട് കലഹിക്കുന്ന പല ലേഡീസും ഉണ്ട്. കൂടുതൽ പേരും മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ സാമ്പത്തികം തന്നെയാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യക്കോ ഭർത്താവിനോ സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോകാം. അല്ലാതിരുന്നാൽ നമ്മുടെ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെറിയ സ്ഥലങ്ങളിലെങ്കിലും പോകണം. ചെറിയ ഇടങ്ങളിലെങ്കിലും ഭാര്യയെ ഭർത്താവ് കൂട്ടിക്കൊണ്ട് പോയിരിക്കണം. നമ്മുടെ നാട്ടിൽ തന്നെ ഏത് ജില്ലയിലായിക്കഴിഞ്ഞാലും അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. അതിൽ തൃപ്തിപ്പെട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ദമ്പതികളായിക്കഴിഞ്ഞാലും മക്കളായിക്കഴിഞ്ഞാലും നിൽക്കണം. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോവുകയുള്ളൂ. ഇപ്പോ ഈ കുട്ടി ടൂറിന് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല, അല്ലെങ്കിൽ നിനക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല എന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിതാവ് ആ പെൺകുട്ടിയെ കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അതിൽ തൃപ്തിപ്പെടാൻ വേണ്ടി നമ്മുടെ മക്കളെ നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ മക്കളുടെ മാനസികാവസ്ഥ നന്നായിട്ട് അറിയാവുന്നത് നമ്മൾക്ക് തന്നെയാണ്, നമ്മൾ പാരന്റ്സിന് തന്നെയാണ്. അപ്പോൾ കൂടുതലും മക്കളെ നമ്മൾ അങ്ങനെ വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നമുക്കത് വിജയിക്കാൻ വേണ്ടി പറ്റും. കൂടുതൽ പേരൻസും മക്കളെ സ്നേഹിച്ച് അമിതമായിട്ട് ലാളിച്ച് ഓമനിച്ച് വളർത്തുമ്പോൾ അവർക്ക് നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നും പറഞ്ഞു കൊടുത്ത് വളർത്തില്ല. കാരണം അവര് വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. നമ്മുടെ വിഷമതകൾ തീർച്ചയായും നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ മക്കൾക്ക് അത് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുകയുള്ളൂ. നമ്മൾ നന്നായിട്ട് സ്നേഹിച്ചാലും നമ്മുടെ മക്കളോട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ, ചെറിയൊരു കാര്യത്തിൽ വരെ നമ്മൾ നോ എന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ട് നമ്മൾ പല കേസിലും കണ്ടിട്ടുണ്ട്. ആത്മഹത്യ പോലും ചെയ്തിട്ടുള്ള അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ മക്കളുടെ മനോനില എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ ചിന്ത വളരെയധികം ദൂരം അങ്ങ് പിന്നിട്ടിട്ടുണ്ട്. പിന്നെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ കുട്ടികൾ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഭാരമാണ്, എന്നെ ഇവിടെ ആർക്കും വേണ്ട എന്നുള്ളൊരു ബോധത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെന്തും പ്രവർത്തിക്കും. ഇപ്പൊ ആ പെൺകുട്ടി ട്രെയിനിൽ ഒറ്റക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. ആ ടൈമിൽ ആ പെൺകുട്ടികളിലായ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് പറയാനും ആവില്ല. ഇപ്പോ പറയാം, ഒരാൾ കൂടെ ഉണ്ടാ എന്നുള്ള രേഖാചിത്രത്തിൽ നിന്നും വ്യക്തമാണെന്നുള്ളത്. ചിലപ്പോ ആ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആരെങ്കിലും ഒരുമിച്ച് ഉണ്ടാവാനും ചാൻസ് ഇല്ലേ? അങ്ങനെയും എടുത്ത ചിത്രമായിരിക്കാം. ആർക്കും അറിയില്ല. ആ പെൺകുട്ടി അത് പുറത്ത് വിട്ടിട്ടില്ല. ആരെങ്കിലും ഉണ്ടായിനോ ഇല്ലേ എന്നുള്ളത് കുട്ടി പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകണ്ട. കൂടുതൽ കമന്റ്സിൽ കാണുന്നത് പലതരത്തിലുള്ള വിയേർഡ് ആയിട്ടുള്ള കമന്റ്സ് ആണ്. അത് കാണുമ്പോൾ വിഷമം തോന്നി. ഇപ്പോ സപ്പോസ് ഈ പെൺകുട്ടി ഈ കമന്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഒന്നുമല്ല അവിടെ സംഭവിച്ചെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മനോനില ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? കാരണം ഈ 15 വയസ്സിലെ ഗോവ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ഒരു മാനസികാവസ്ഥ ചിന്തിച്ച് നോക്കുക. വേറെ ഏതെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലെയൊന്നും പുറപ്പെട്ട് പോവില്ല എവിടെയായാലും. ലേഡീസ് ഓൺലി ട്രിപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അയക്കാനും യൂട്യൂബ് ഷോർട്സിലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഇവർ മനസ്സിലാക്കി എടുക്കുന്നത് നമുക്ക് എന്തും ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. ഓക്കെ, എന്തും ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഈ ഒരു 15 വയസ്സിൽ തന്നെ അത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഇതുപോലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ കാണുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു സാഹസികത്തിന് മുതിർന്നു കഴിഞ്ഞാൽ അതിനും കൂടി ഉത്തരവാദി ഈ കമന്റ്സ് ഇടുന്ന ആളുകൾ തന്നെ ആയിരിക്കാം. നമുക്കിപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ അറിയില്ല. അപ്പൊ അറിയാത്ത കാര്യം പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ ഒരു കടും കൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല. കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ. കാരണം അത്രയധികം ആളുകൾ മോശമായിട്ട് തന്നെ പറയുന്നുണ്ട്. സത്യാവസ്ഥ അറിഞ്ഞിട്ടാ പറയുന്നെങ്കിൽ ഓക്കെ, നമുക്കത് പറയാം. അല്ലാതെ
ഒരിക്കലും നമ്മൾക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യത്തെക്കുറിച്ച്, നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, നമ്മൾ ഇന്ന് ആരെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് നാളെ നമ്മുടെ മുന്നിൽ തന്നെ കാണിക്കുന്ന അവസ്ഥയാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇല്ലാത്ത കാര്യം ആരെങ്കിലും ഒരാളെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നേരെ മറിച്ച് നമ്മുടെ നേരെ തന്നെ വരും. അങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലും മക്കളൊക്കെ ഉണ്ട്. നമ്മൾ നന്നായിട്ട് തന്നെ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക. നമ്മുടെ സ്നേഹം കൊടുക്കുന്നതിലുപരി നമ്മുടെ വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ വളർത്താൻ വേണ്ടി ശ്രമിക്കുക. അവർക്ക് ഉള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അത് നമ്മളാലാവുന്ന വിധം ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആവുമ്പോൾ തന്നെ മക്കള് നമ്മളെ വിട്ടു പോകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മൾ അങ്ങനെ വിശ്വസിച്ചിട്ടുള്ള മക്കൾ വരെ ഇപ്പോൾ തെറ്റിപ്പോകുന്ന കാലഘട്ടമാണ്. എന്നാലും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. അതിൽ നിന്ന് എല്ലാ മക്കളും ഒരുപോലെ വഴിതെറ്റി പോവില്ലല്ലോ. ഏതെങ്കിലും ഒരു മക്കളെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ട് നിൽക്കില്ലേ? അത് മതി. നമ്മളെ അങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന മക്കളെ കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. 10 വയസ്സ് കഴിഞ്ഞാൽ ഇപ്പൊ മക്കളോട് നേരാവണ്ണം സംസാരിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ്. കാരണം മക്കൾ അത്രക്കും രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് സംസാരിക്കുന്നത് തന്നെ. വളരെയധികം കയർക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത അവസ്ഥയിലൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കേ പറ്റുകയുള്ളൂ. നമ്മുടെ മക്കളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാനായി കഴിഞ്ഞാൽ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായി കഴിഞ്ഞാൽ നമുക്കേ ആവുകയുള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടിക്ക് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയിട്ട് അത് നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് മാത്രമേ ആവുകയുള്ളൂ. അപ്പൊ ആ പെൺകുട്ടിയെ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ആ വീട്ടുകാർ തന്നെ ശ്രമിക്കട്ടെ. അത്രയധികം വിഷമഘട്ടത്തിലൂടെ ആയിരിക്കും ഇത്രയും ദിവസങ്ങളിൽ ആ വീട്ടുകാരും കടന്നുപോയിട്ടുണ്ടാവാനേ. അപ്പൊ ഈ പെൺകുട്ടിക്ക് സംഭവിച്ച പ്രശ്നം അവര് എത്രയും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് വെറുതെ ആ ഒരു പെൺകുട്ടിയെ വല്ല കടുങ്കയിലേക്കും കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് നമ്മളിപ്പോ ഒന്ന് അനങ്ങാതിരിക്കുന്നതാ.